1 ശമൂവേൽ അധ്യായം 13. ശൗൽ രാജാവായപ്പോൾ 30 വയസ്സുള്ളവനായിരുന്നു. അവൻ ഇസ്രായേലിൽ 2 സംവത്സരം വാണു. ശൗൽ ഇസ്രായേലിൽ 3000 പേരെ തിരഞ്ഞെടുത്തു. 2000 പേർ ശൗലിനോടുകൂടെ മിക്മാസിലും ബഥേൽ മലയിലും, 1000 പേർ യോനാഥാനോടുകൂടെ ബെന്യാമീനിലെ ഗിബെയയിലും ആയിരുന്നു. ശേഷം ജനത്തെ അവൻ അവനവന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ യോനാഥാൻ ഗേബയിലുണ്ടായിരുന്ന ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചു. ഫെലിസ്ത്യർ അത് കേട്ടു. എബ്രായർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ശൗൽ ദേശത്തെല്ലായിടവും കാഹളം ഊതിച്ചു. ശൗൽ ഫെലിസ്ത്യ പട്ടാളത്തെ തോൽപ്പിച്ചുവെന്നും ഇസ്രായേൽ ഫെലിസ്ത്യർക്ക് നാറ്റമായി എന്നും ഇസ്രായേലൊക്കെയും കേട്ടിട്ട് ജനം ശൗലിന്റെ അടുക്കൽ ഗിൽഗാലിൽ വന്നുകൂടി. എന്നാൽ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ 30,000 രഥവും 6,000 കുതിരച്ചേവകരും കടൽപ്പുറത്തെ മണൽ പോലെ അസംഖ്യം ജനവുമായി ഒരുമിച്ചുകൂടി. അവർ വന്ന് ബേത്ത് ആവേന് കിഴക്ക് മിക്മാസിൽ പാളയമിറങ്ങി. എന്നാൽ ജനം ഉപദ്രവിക്കപ്പെട്ടതുകൊണ്ട് തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേല്യർ കണ്ടപ്പോൾ ജനം ഗുഹകളിലും പള്ളക്കാടുകളിലും പാറകളിലും ഗഹ്വരങ്ങളിലും കുഴികളിലും ചെന്നൊളിച്ചു. എബ്രായർ യോർദാൻ കടന്ന് ഗാദ് ദേശത്തും ഗിലെയാദിലും പോയി. ശൗലോ ഗിൽഗാലിൽ താമസിച്ചിരുന്നു. ജനമെല്ലാം പേടിച്ചും കൊണ്ട് അവന്റെ പിന്നാലെ ചെന്നു. ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് അവൻ 7 ദിവസം കാത്തിരുന്നു. എങ്കിലും ശമൂവേൽ ഗിൽഗാലിൽ എത്തിയില്ല. ജനവും അവനെ വിട്ട് ചിതറിപ്പോയി. അപ്പോൾ ശൗൽ, ഹോമയാഗവും സമാധാനയാഗവും ഇവിടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. ഹോമയാഗം കഴിച്ചു തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. ശൗൽ അവനെ വന്ദനം ചെയ്യുവാൻ എതിരേറ്റ് ചെന്നു. നീ ചെയ്തത് എന്ത് എന്ന് ശമൂവേൽ ചോദിച്ചു. അതിന് ശൗൽ, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്നും നിശ്ചയിച്ച അവധിക്ക് നീ എത്തിയില്ല എന്നും ഫെലിസ്ത്യർ മിക്മാസിൽ കൂടിയിരിക്കുന്നു എന്നും ഞാൻ കണ്ടിട്ട് ഫെലിസ്ത്യർ ഇപ്പോൾ ഇങ്ങ് ഗിൽഗാലിൽ വന്ന് എന്നെ ആക്രമിക്കും. ഞാൻ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ചതുമില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ധൈര്യപ്പെട്ടു ഹോമയാഗം കഴിച്ചുപോയി എന്ന് പറഞ്ഞു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കും സ്ഥിരമാക്കുമായിരുന്നു. ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ്ക കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തന്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. പിന്നെ ശമൂവേൽ എഴുന്നേറ്റു ഗിൽഗാലിൽ നിന്ന് ബെന്യാമീനിലെ ഗിബെയയിലേക്ക് പോയി. ശൗൽ തന്നോടുകൂടിയുള്ള പടജനത്തെ എണ്ണി ഏകദേശം 600 പേർ എന്ന് കണ്ടു. ശൗലും അവന്റെ മകൻ യോനാഥാനും കൂടെയുള്ള ജനവും ബെന്യാമീനിലെ ഗിബെയയിൽ പാർത്തു. ഫെലിസ്ത്യരോ മിക്മാസിൽ പാളയമിറങ്ങി. ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് കവർച്ചക്കാർ 3 കൂട്ടമായി പുറപ്പെട്ടു. ഒരു കൂട്ടം ഒഫ്രയ്ക്കുള്ള വഴിയായി ശൂവാൽ ദേശത്തേക്ക് തിരിഞ്ഞു. മറ്റൊരു കൂട്ടം ബേത്ത് ഹോരോനിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. മറ്റേ കൂട്ടം മരുഭൂമിക്ക് നേരെ സെബോയീം താഴ്വരയ്ക്കെതിരെയുള്ള ദേശം വഴിയായും തിരിഞ്ഞു. എന്നാൽ ഇസ്രായേൽ ദേശത്തെങ്ങും ഒരു കൊല്ലനെ കാൺമാനില്ലായിരുന്നു. എബ്രായർ വാളോ കുന്തമോ തീർപ്പിക്കരുത് എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. ഇസ്രായേല്യർ തങ്ങളുടെ കൊഴു, കലപ്പ, മഴു, മൺവെട്ടി എന്നിവ കാച്ചിപ്പാൻ ഫെലിസ്ത്യരുടെ അടുക്കൽ ചെല്ലേണ്ടി വന്നു. എന്നാൽ മൺവെട്ടി, കലപ്പ, മുപ്പല്ലി, മഴു എന്നിവയ്ക്കായും മുടിങ്കോൽ കൂർപ്പിപ്പാനും അവർക്ക് അരമുണ്ടായിരുന്നു. ആകയാൽ യുദ്ധസമയത്ത് ശൗലിനോടും യോനാഥാനോടും കൂടിയുള്ള ജനത്തിൽ ഒരുത്തനും വാളും കുന്തവും ഉണ്ടായിരുന്നില്ല. ശൗലിനും അവന്റെ മകൻ യോനാഥാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഫെലിസ്ത്യരുടെ പട്ടാളമോ മിക്മാസിലെ ചുരം വരെ പുറപ്പെട്ടു വന്നു. ഒന്ന് ശമൂവേൽ അധ്യായം 14. ഒരു ദിവസം ശൗലിന്റെ മകൻ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നാം അങ്ങോട്ട് ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുക എന്ന് പറഞ്ഞു. അവൻ അപ്പനോട് പറഞ്ഞില്ല താനും. ശൗൽ ഗിബെയയുടെ അതിരിങ്കൽ മിഗ്രോനിലെ മാതള നാരകത്തിൻ കീഴിൽ ഇരിക്കുകയായിരുന്നു. അവനോടുകൂടി ഉണ്ടായിരുന്ന പടജനം ഏകദേശം 600 പേർ. ഷീലോവിൽ യഹോവയുടെ പുരോഹിതനായിരുന്ന ഏലിയുടെ മകനായ ഫീനെഹാസിന്റെ മകനായ ഈഖാബോദിന്റെ സഹോദരനായ അഹീതൂബിന്റെ മകൻ അഹിയാവ് ആയിരുന്നു അന്ന് ഏഫോദ് ധരിച്ചിരുന്നത്. യോനാഥാൻ പോയത് ജനം അറിഞ്ഞില്ല. യോനാഥാൻ ഫെലിസ്ത്യരുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലുവാൻ നോക്കിയ വഴിയിൽ ഇപ്പുറവും അപ്പുറവും കടുന്തൂക്കമായ ഓരോ പാറയുണ്ടായിരുന്നു. ഒന്നിന് ബോസേസ് എന്നും മറ്റേതിന് സേനെ എന്നും പേർ. ഒന്ന് വടക്കുവശം മിക്മാസിന് മുഖമായും മറ്റേത് തെക്കുവശം ഗിബെയയ്ക്ക് മുഖമായും തൂക്കെ നിന്നിരുന്നു. യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാല്യക്കാരനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന്റെ നേരെ ചെല്ലാം. പക്ഷേ യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. ആയുധവാഹകൻ അവനോട്, നിന്റെ മനസ്സുപോലെയൊക്കെയും ചെയ്യുക, നടന്നുകൊള്ളുക, നിന്റെ ഇഷ്ടം പോലെ ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ പറഞ്ഞത്, നാം അവരുടെ നേരെ ചെന്ന് അവർക്ക് നമ്മെ തന്നെ കാണിക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവോളം നിൽപ്പീൻ എന്ന് അവർ പറഞ്ഞാൽ നാം അവരുടെ അടുക്കൽ കയറിപ്പോകാതെ നിന്നേടത്ത് തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കയറി വരുവീൻ എന്ന് പറഞ്ഞാലോ നമുക്ക് കയറിച്ചെല്ലാം. യഹോവ അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നതിന് ഇത് നമുക്ക് അടയാളമായിരിക്കും. ഇങ്ങനെ അവർ ഇരുവരും ഫെലിസ്ത്യരുടെ പട്ടാളത്തിന് തങ്ങളെ തന്നെ കാണിച്ചപ്പോൾ, ഇതാ എബ്രായർ ഒളിച്ചിരുന്ന പൊത്തുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു എന്ന് ഫെലിസ്ത്യർ പറഞ്ഞു. പട്ടാളക്കാർ യോനാഥാനോടും അവന്റെ ആയുധവാഹകനോടും, ഇങ്ങോട്ട് കയറി വരുവീൻ, ഞങ്ങൾ ഒന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനോട്, എൻ്റെ പിന്നാലെ കയറി വരിക, യഹോവ അവരെ ഇസ്രായേലിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാനും അവന്റെ പിന്നാലെ ആയുധവാഹകനും തത്തിപ്പിടിച്ച് കയറി. അവർ യോനാഥാന്റെ മുൻപിൽ വീണു. ആയുധവാഹകൻ അവന്റെ പിന്നാലെ കൊന്നും കൊണ്ട് നടന്നു. യോനാഥാനും ആയുധവാഹകനും ചെയ്ത ഈ ആദ്യ സംഹാരത്തിൽ ഒരു കാണി നിലത്തിന്റെ പാതി നീളത്തിനകം 20 പേർ വീണു. പാളയത്തിലും പോർക്കളത്തിലും സർവ്വജനത്തിലും നടുക്കമുണ്ടായി. പട്ടാളവും കവർച്ചക്കാരും കൂടെ വിറച്ചു. ഭൂമി കുലുങ്ങി. വലിയൊരു നടുക്കം ഉണ്ടായി. അപ്പോൾ ബെന്യാമീനിലെ ഗിബെയയിൽ നിന്ന് ശൗലിന്റെ കാവൽക്കാർ നോക്കി പുരുഷാരം ചിന്നി അങ്ങുമിങ്ങും ഓടുന്നത് കണ്ടു. ശൗൽ കൂടെയുള്ള ജനത്തോട് എണ്ണി നോക്കി നമ്മിൽ നിന്ന് പോയവർ ആരെന്നറിവീൻ എന്ന് കൽപ്പിച്ചു. അവർ എണ്ണി നോക്കിയപ്പോൾ യോനാഥാനും അവന്റെ ആയുധവാഹകനും ഇല്ലായിരുന്നു. ശൗൽ അഹിയാവിനോട്, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പെട്ടകം ആ കാലത്ത് ഇസ്രായേൽ മക്കളുടെ അടുക്കലുണ്ടായിരുന്നു. ശൗൽ പുരോഹിതനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിലെ കലാപം മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. അപ്പോൾ ശൗൽ പുരോഹിതനോട്, നിന്റെ കൈ വലിക്ക എന്ന് പറഞ്ഞു. ശൗലും കൂടെയുള്ള ജനമൊക്കെയും ഒന്നിച്ചുകൂടി പടക്കി ചെന്നു. അവിടെ അവർ അന്യോന്യം വെട്ടി വലിയ കലക്കമായിരിക്കുന്നത് കണ്ടു. മുൻപേ ഫെലിസ്ത്യരോട് ചേർന്ന് ചുറ്റുമുള്ള ദേശത്തു നിന്ന് അവരോടുകൂടെ പാളയത്തിൽ വന്നിരുന്ന എബ്രായരും ശൗലിനോടും യോനാഥാനോടും കൂടെയുണ്ടായിരുന്ന ഇസ്രായേലിയരുടെ പക്ഷം തിരിഞ്ഞു. അങ്ങനെ തന്നെ എഫ്രയീം മലനാട്ടിൽ ഒളിച്ചിരുന്ന ഇസ്രായേലിയരൊക്കെയും ഫെലിസ്ത്യർ തോറ്റോടി എന്ന് കേട്ടയുടനെ അവരും പടയിൽ ചേർന്നു അവരെ പിന്തുടർന്നു. അങ്ങനെ യഹോവ അന്ന് ഇസ്രായേലിനെ രക്ഷിച്ചു. പട ബേത്ത് ആവേൻ വരെ പരന്നു. സന്ധ്യയ്ക്കു മുൻപും ഞാൻ എൻ്റെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുവോളവും ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ശൗൽ പറഞ്ഞു.
ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതിനാൽ ഇസ്രായേല്യർ അന്ന് വിഷമത്തിലായി. ജനത്തിൽ ഒരുത്തനും ആഹാരം ആസ്വദിച്ചതുമില്ല. ജനമൊക്കെയും ഒരു കാട്ടുപ്രദേശത്ത് എത്തി. അവിടെ നിലത്ത് തേൻ ഉണ്ടായിരുന്നു. ജനം കാട്ടിൽ കടന്നപ്പോൾ തേൻ ഇറ്റിറ്റ് വീഴുന്നത് കണ്ടു. എങ്കിലും സത്യത്തെ ഭയപ്പെട്ടു ആരും തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയില്ല. യോനാഥാനോ തൻ്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചത് കേൾക്കാതിരുന്നതിനാൽ വടിയുടെ അറ്റം നീട്ടി ഒരു തേൻ കട്ടയിൽ കുത്തി അതെടുത്ത് തൻ്റെ കൈ വായിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണ് തെളിഞ്ഞു. അപ്പോൾ ജനത്തിൽ ഒരുത്തൻ, ഇന്ന് യാതൊരു ആഹാരമെങ്കിലും കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു. നിന്റെ അപ്പൻ ജനത്തെക്കൊണ്ട് സത്യം ചെയ്യിച്ചിട്ടുണ്ട്, ജനം ക്ഷീണിച്ചുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യോനാഥാൻ, എൻ്റെ അപ്പൻ ദേശത്തെ കഷ്ടത്തിലാക്കി ഞാൻ ഈ തേൻ ഒരൽപ്പം ആസ്വദിക്കൊണ്ട് എൻ്റെ കണ്ണ് തെളിഞ്ഞത് കണ്ടില്ലയോ? ജനത്തിന് കണ്ടുകിട്ടിയ ശത്രുക്കളുടെ കൊള്ളയിൽ നിന്ന് അവർ എടുത്ത് ഇന്ന് വേണ്ടും പോലെ ഭക്ഷിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫെലിസ്ത്യരുടെ അപജയം അത്ര വലുതായില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ അന്ന് മിക്മാസ് തുടങ്ങി അയ്യാലോൻ വരെ ഫെലിസ്ത്യരെ സംഹരിച്ചു. ജനം ഏറ്റവും തളർന്നുപോയി. ആകയാൽ ജനം കൊള്ളയ്ക്ക് ഓടിച്ചെന്നു. ആടുകളെയും കാളകളെയും കിടാക്കളെയും പിടിച്ച് നിലത്ത് വെച്ചറുത്ത് രക്തത്തോടുകൂടെ തിന്നു. ജനം രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുന്നു എന്ന് ശൗലിന് അറിവ് കിട്ടിയപ്പോൾ അവൻ, നിങ്ങൾ ഇന്ന് ദ്രോഹം ചെയ്യുന്നു, ഒരു വലിയ കല്ല് എൻ്റെ അടുക്കൽ ഉരുട്ടിക്കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. പിന്നെയും ശൗൽ, നിങ്ങൾ ജനത്തിൻ്റെ ഇടയിൽ എല്ലായിടവും ചെന്ന് അവരോട് ഓരോരുത്തൻ താന്താൻ്റെ കാളയെയും ആടിനെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അറുത്ത് തിന്നുകൊള്ളുവീൻ. രക്തത്തോടെ തിന്നുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യരുത് എന്ന് പറവീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ജനമെല്ലാം കാളകളെ അന്ന് രാത്രി കൊണ്ടുവന്നു അവിടെ വെച്ച് അറുത്തു. ശൗൽ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അത് അവൻ യഹോവയ്ക്ക് ആദ്യം പണിത യാഗപീഠമായിരുന്നു. അനന്തരം ശൗൽ, നാം രാത്രിയിൽ തന്നെ ഫെലിസ്ത്യരെ പിന്തുടർന്ന് പുലരുവോളം അവരെ കൊള്ളയിടുക, അവരിൽ ഒരുത്തനെയും ശേഷിപ്പിക്കരുത് എന്ന് കൽപ്പിച്ചു. നിനക്ക് ബോധിച്ചതുപോലെയൊക്കെയും ചെയ്തുകൊള്ളുക എന്നവർ പറഞ്ഞപ്പോൾ, നാം ഇവിടെ ദൈവത്തോട് അടുത്ത് ചെല്ലുക എന്ന് പുരോഹിതൻ പറഞ്ഞു. അങ്ങനെ ശൗൽ ദൈവത്തോട്, ഞാൻ ഫെലിസ്ത്യരെ പിന്തുടരണമോ? നീ അവരെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്ന് അരുളപ്പാട് ചോദിച്ചു. എന്നാൽ അവന് അരുളപ്പാട് ലഭിച്ചില്ല. അപ്പോൾ ശൗൽ ജനത്തിൻ്റെ പ്രധാനികളൊക്കെയും ഇവിടെ അടുത്ത് വരട്ടെ, ഇന്ന് പാപം സംഭവിച്ചത് ഏത് കാര്യത്തിൽ എന്നന്വേഷിച്ചറിവീൻ. ഇസ്രായേലിനെ രക്ഷിക്കുന്ന യഹോവയാണ്. അത് എൻ്റെ മകൻ യോനാഥാനിൽ തന്നെ ആയിരുന്നാലും അവൻ മരിക്കണം നിശ്ചയം എന്ന് പറഞ്ഞു. എന്നാൽ അവനോട് ഉത്തരം പറവാൻ സർവ്വജനത്തിലും ഒരുത്തനും തുനിഞ്ഞില്ല. അവൻ എല്ലാ ഇസ്രായേലിനോടും, നിങ്ങൾ ഒരു ഭാഗത്ത് നിൽപ്പീൻ, ഞാനും എൻ്റെ മകനായ യോനാഥാനും മറുഭാഗത്ത് നിൽക്കാം എന്ന് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് ജനം ശൗലിനോട് പറഞ്ഞു. അങ്ങനെ ശൗൽ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് നേർ വെളിപ്പെടുത്തി തരണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ശൗലിന് യോനാഥാനും ചീട്ട് വീണു. ജനം ഒഴിഞ്ഞുപോയി. പിന്നെ ശൗൽ, എനിക്കും എൻ്റെ മകനായ യോനാഥാനും ചീട്ടിടുവീൻ എന്ന് പറഞ്ഞു. ചീട്ട് യോനാഥാന് വീണു. ശൗൽ യോനാഥാനോട്, നീ എന്ത് ചെയ്തു എന്നോട് പറക എന്ന് പറഞ്ഞു. യോനാഥാൻ അവനോട്, ഞാൻ എൻ്റെ വടിയുടെ അറ്റം കൊണ്ട് അല്പം തേൻ ആസ്വദിച്ചതേയുള്ളൂ, അതുകൊണ്ട് ഇതാ ഞാൻ മരിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ദൈവം എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ യോനാഥാനെ, നീ മരിക്കണം എന്നുത്തരം പറഞ്ഞു. എന്നാൽ ജനം ശൗലിനോട്, ഇസ്രായേലിൽ ഈ മഹാരക്ഷ പ്രവർത്തിച്ചിരിക്കുന്ന യോനാഥാൻ മരിക്കണമോ? ഒരിക്കലും അരുത്. യഹോവയാണ്, അവൻ്റെ തലയിലെ ഒരു രോമവും നിലത്ത് വീഴുകയില്ല. അവൻ ഇന്ന് ദൈവത്തോടു കൂടിയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം യോനാഥാനെ വീണ്ടെടുത്തു. അവൻ മരിക്കേണ്ടി വന്നതുമില്ല. ശൗൽ ഫെലിസ്ത്യരെ പിന്തുടരാതെ മടങ്ങിപ്പോയി. ഫെലിസ്ത്യരും തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി. ശൗൽ ഇസ്രായേലിൽ രാജത്വം ഏറ്റ ശേഷം
മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സോബ രാജാക്കന്മാർ, ഫെലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോടും യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ശൗര്യം പ്രവർത്തിച്ചു, അമാലേക്യരെ ജയിച്ചു, ഇസ്രായേല്യരെ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും ചെയ്തു. എന്നാൽ ശൗലിൻ്റെ പുത്രന്മാർ യോനാഥാൻ, യിശ്വി, മൽക്കീശുവ എന്നിവരായിരുന്നു. അവൻ്റെ 2 പുത്രിമാർക്കോ മൂത്തവൾക്ക് മേരബ് എന്നും ഇളയവൾക്ക് മീഖൾ എന്നും പേരായിരുന്നു. ശൗലിൻ്റെ ഭാര്യയ്ക്ക് അഹീനോവം എന്നു പേരായിരുന്നു. അവൾ അഹിമാസിൻ്റെ മകൾ. അവൻ്റെ സേനാധിപതിക്ക് അബ്നേർ എന്നു പേർ. അവൻ ശൗലിൻ്റെ ഇളയപ്പനായ നേരിൻ്റെ മകൻ ആയിരുന്നു. ശൗലിൻ്റെ അപ്പനായ കീശും അബ്നേറിൻ്റെ അപ്പനായ നേരും അബിയേലിൻ്റെ മക്കൾ ആയിരുന്നു. ശൗലിൻ്റെ കാലത്തൊക്കെയും ഫെലിസ്ത്യരോട് കഠിനയുദ്ധം ഉണ്ടായിരുന്നു. എന്നാൽ ശൗൽ യാതൊരു വീരനെയോ ശൂരനെയോ കണ്ടാൽ അവനെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും.